റോബിൻ്റെ ഒരു വീഡിയോ കണ്ടിരുന്നു. റോബിൻ രാധാകൃഷ്ണൻ പറഞ്ഞ കുറേയധികം കാര്യങ്ങൾ ഡയറക്റ്റ്ലി നമ്മളിപ്പോൾ പറയുന്ന ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിലൊക്കെ തന്നെ വരാനുള്ള ഒരു സംഗതിയാണ്. എനിക്കത് പ്ലേ ചെയ്യാൻ ഒക്കത്തില്ല, ബിക്കോസ് എനിക്ക് യെല്ലോ മാർക്ക് കിട്ടും. നിങ്ങൾ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ പേജ് പോയി നോക്കി കഴിഞ്ഞാൽ അതിനകത്തുണ്ട്. ഇൻസ്റ്റാഗ്രാമിലാണ് ഞാനിത് കണ്ടിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. വളരെ വ്യക്തമായി പുള്ളി പറയുന്നുണ്ട് പുള്ളിക്ക് അനുഭവിക്കേണ്ടി വന്ന പ്രോബ്ലംസ്. അതിൽ ഒന്നാമത്തെ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഷോയ്ക്ക് അകത്തേക്ക് കയറി ചെന്നപ്പോൾ ഉണ്ടായ കുറച്ച് വിഷയങ്ങൾ വെച്ച് എനിക്കതിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടി വന്ന ശേഷം ഞാൻ ഈ ഷോയ്ക്കെതിരെ അപ്പോഴൊന്നും പറഞ്ഞിട്ടില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എഡിറ്റഡ് ആണെന്നാണ് രണ്ടാമത് പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോൾ പറഞ്ഞത്. പക്ഷേ ഷോയ്ക്ക് പുറത്തേക്ക് വന്നപ്പോൾ തന്നെ ഇപ്പോൾ സിബിൻ ഉണ്ടായിരുന്ന അക്സെപ്റ്റൻസ് പോലെ തന്നെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന് അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു. ഒരു പക്ഷേ എല്ലാ മത്സരാർത്ഥികളെക്കാൾ കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടിയത് ഡോക്ടർക്കാണ്. ഒരുപാട് ഇനാഗുറേഷൻസ്, ഒരുപാട് രീതിയിൽ പുള്ളി മുന്നോട്ട് വന്നു. പുള്ളിയെ ഡീഗ്രേഡ് ചെയ്യാൻ ഒരു തനി പടയെ തന്നെ ഇറക്കിയിരുന്നു. പേപ്പട്ടി പേടിനെ ഉൾപ്പെടെ പേയ്മെൻറ്റ് കൊടുത്തിട്ട് തയ്യാറാക്കി വെച്ചിരുന്നു. അതിൽ തന്നെ ഈ വില കുറഞ്ഞ ഒരു കളി ഈ ബിഗ് ബോസ് കളിക്കുന്നത് നമുക്ക് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒരു വിവരണമാണ് റോബിൻ കൊടുത്തിട്ടുള്ളത്. ഡോക്ടർ റോബിൻ പറഞ്ഞിരിക്കുന്ന വിവരണം വളരെ അക്സെപ്റ്റബിളുള്ളതാണ്. അഖിൽ മാരാർ പറഞ്ഞതുപോലെയല്ല. അഖിൽ മാരാർ പറഞ്ഞത് അടച്ചാക്ഷേപമാണ്. പെൺകുട്ടികളെല്ലാം അങ്ങനെ ഉപയോഗിക്കുന്നു, ഇങ്ങനെ ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ ഡോക്ടർ റോബിൻ പറയുന്നത് അദ്ദേഹത്തിന് നേരിട്ട പ്രശ്നങ്ങളാണ്. അദ്ദേഹത്തിന് നേരിട്ട പ്രശ്നങ്ങൾ അദ്ദേഹം തീവ്രമായി സൂചിപ്പിക്കുന്ന 1-2 കാര്യങ്ങൾ പറയാം. ഒന്ന്, കരിയർ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു, അവസരങ്ങൾ നിഷേധിക്കുന്നു, പുള്ളിയെ ഡെവലപ്പ് ആകാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. തീർച്ചയായിട്ടും ഉണ്ടാകും, അതൊരു സത്യമായിരിക്കും. പലയിടങ്ങളിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഇതൊക്കെ. നമുക്കിഷ്ടമില്ല, പൊതുസമൂഹത്തിൽ നമ്മൾ പറയാൻ ചില കാര്യങ്ങളുണ്ട്. അതിൽ കൂടുതൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് തോന്നിയ കൃത്യമായ കാര്യങ്ങൾ എവിഡൻസ് വെച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒറ്റപ്പെടുത്തും, ഒതുക്കും, അടിച്ചൊതുക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. അപ്പം ഇതൊരു വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ കാരണസഹിതം പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അഭിനയിക്കണമെന്നുണ്ടായിരുന്നു പുള്ളിക്ക്, അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളുണ്ടായിരുന്നു. ഇതിലേക്ക് പുള്ളിയെ കൊണ്ടുവന്ന് പുള്ളി ജെന്യൂനായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മത്സരാർത്ഥി അയാളെ നശിപ്പിച്ചുകൊണ്ട് അയാളെ അതിൽ നിന്ന് പുറത്താക്കിയ ശേഷവും അയാളെ പിന്തുടർന്ന് ആക്രമിക്കുന്നുണ്ടായിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. സോ എന്ത് പറഞ്ഞാലും തീർച്ചയായിട്ടും റോബിൻ നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു പിടിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ദിൽഷയെ വെച്ചൊരു കളി കളിച്ചിരുന്നു. ദിൽഷ അവസാനം പറഞ്ഞൊരു കാര്യം, ആകെ മൊത്തത്തിൽ ആ പയ്യൻ്റെ ലൈഫ് ഭയങ്കര കോനാട്ടയാക്കി. എപ്പോഴോ എവിടെയോ ഈ പൊടി വന്ന് അതിനകത്ത് കയറിയപ്പോഴാണ് അവനൊന്ന് കറക്റ്റായി സേവായി ഒന്ന് ശരിയായി കൊണ്ടുവരുന്നതേ ഉള്ളൂ. ഇപ്പോൾ വീണ്ടും തുറന്നടിച്ച് പുള്ളിക്കാരൻ വരുന്നുണ്ട്. കാരണം എഗ്രിമെൻ്റ് സിഗ്നേച്ചർ ഇട്ടത് കൊണ്ട് മാത്രമാണ് വീണ്ടും 5ാമത്തെ സീസണിൽ അഖിൽ മാരാരെ തുരത്താൻ വേണ്ടി പുള്ളിയെ അകത്ത് കയറ്റിയെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഏകദേശം ടാലിയാകുന്നുണ്ട്. അഖിൽ മാരാറിനെതിരെ അവിടെ ഷോയിൽ കുറച്ച് പേർക്ക് ഓപ്പോസിഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് അഖിൽ മാരാർ പറയുന്നത് റോബിൻ പറയുമ്പോൾ കറക്റ്റ് ആകുന്നുണ്ട്. കാരണം റോബിനോട് ഇത് ഇൻസിസ്റ്റ് ചെയ്തിരുന്നു, ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്, അഖിൽ മാരാറിനെ പുറത്താക്കാൻ ശ്രമിക്കണമെന്നുള്ളത്. അവിടെ വന്ന് അഖിൽ മാരാരുമായി അടിയുണ്ടാക്കാനായിട്ടാണ് കൊണ്ടുവന്നത്. പക്ഷെ വാസ്തവത്തിൽ നടന്നത് എന്താണ്? അഖിൽ മാരാറിനെ കുറച്ചുകൂടെ ബ്രൈറ്റാക്കി സേഫ് ആക്കിയിട്ട് റോബിനെ വളരെ മോശപ്പെട്ട വ്യക്തിയാക്കി പുറത്തേക്ക് ഇട്ടു. റോബിൻ്റെ നിവൃത്തികേടും എഗ്രിമെൻറ്റും കരാറിൻ്റെ ഒരു ലംഘനവും ഒക്കെ ഭയന്ന്, ഒരു നിയമ നടപടിയൊക്കെ ഭയന്നിട്ടാണ് പുള്ളിക്കാരൻ പുറത്തുനിന്ന് ഇറ്റ് വാസ് എൻ എഡിറ്റഡ് ഷോ എന്ന് പറയുന്നത്. എഡിറ്റഡ് ആണെന്ന് പറയുന്നതിൽ വലിയ തർക്കമൊന്നുമില്ലല്ലോ. പക്ഷേ സ്ക്രിപ്റ്റഡ് ആണോ എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് സ്ക്രിപ്റ്റഡ് ആണെന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ഒരു ഷോ തന്നെയായിരുന്നു ബിഗ് ബോസ് സീസൺ 5. ഈ സീസൺ 5 മികച്ചതായിരുന്നു, അല്ലെങ്കിൽ ഭയങ്കര മഹത്തരമാണെന്ന് പറയുന്ന വ്യക്തിക്ക് തന്നെ അറിയാം അത് എത്രത്തോളം വൾഗാരിറ്റി, സ്ത്രീവിരുദ്ധത നിറഞ്ഞൊരു ഷോ ആണെന്ന്. ഈ പറഞ്ഞ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ റോബിൻ പറഞ്ഞത് വളരെ ആപ്റ്റായ കുറേ കാര്യങ്ങളാണ്. എക്സ്പ്ലനേഷൻ വളരെ ക്ലിയർ ആണ്. മേ ബി എഡ്യൂക്കേഷൻ അതിൻ്റെ ഒരു ലെവൽ കാണിക്കുമെന്ന് തോന്നുന്നു. എന്തായാലും പുള്ളി അത് കൃത്യമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഡോക്ടർ റോബിൻ പറഞ്ഞതിൽ ചെറിയ കുറച്ച് കാര്യങ്ങളിൽ എനിക്ക് കൃത്യമായി മനസ്സിലായ 1-2 കാര്യങ്ങളിൽ ഇതാണ്. കരിയർ നശിപ്പിക്കാൻ നോക്കി, പുള്ളിയെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിപ്പിച്ചു. പിന്നെ അതേപോലെ തന്നെ അതൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ അവിടെ മറ്റുള്ളവരുണ്ടായിട്ട് പോലും നമുക്കത് മനസ്സിലാകാത്ത രീതിയിൽ അയാളെ കൊണ്ട് പെർഫോം ചെയ്യിപ്പിച്ചു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഡോക്ടർ റോബിൻ പറയുന്നുണ്ട്. ജെന്യുവിനായിട്ടുള്ള ഒരു അനലൈസേഷനും ജെന്യുവിനായിട്ടുള്ള ഒരു പ്രതികരണവുമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ അതുകൊണ്ടൊന്നും തന്നെ മാരാർ പറഞ്ഞതിനെ ന്യായീകരിക്കാൻ ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു പർട്ടിക്കുലർ ഷോയെ പറ്റിയും അപ്പോഴും നടന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയും പറയുമെന്നതിനപ്പുറം സ്ത്രീകളോട് ഇങ്ങനെയാണ് ഒരു ആറ്റിറ്റ്യൂഡ് അവർക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ഞാൻ ഡിംപിളിൻ്റെ അഭിപ്രായത്തോട് ചേർന്ന് നിൽക്കും. കാരണം പെർമിഷൻ കൊടുത്തൊരു പെണ്ണിൻ്റെ ഉഭയകക്ഷി സമ്മതപ്രകാരം ഒരു പെണ്ണ് പോയി താമസിക്കുന്നതിനോ പണം കൊടുക്കുന്നതിനൊന്നും നമുക്ക് തർക്കം പറയാനാകത്തില്ല. ചിലർക്ക് ഫെയിം മാത്രം മതിയായിരിക്കും, അതിനകത്ത് കയറിയ ഫെയിം ആകാം എന്നുള്ള തോന്നലിൽ കയറിയവർക്ക് പണം കൊടുക്കാൻ തയ്യാറാകും. അല്ലാത്തവർ അങ്ങനെ ചെയ്യത്തില്ല. ഡിംപിൾ എന്ന് പറയുന്ന സ്ത്രീ, ആ കുട്ടിക്ക് ഒരു പൈസ പോവാതെ എല്ലാ പൈസയും കിട്ടിയിട്ടുണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം അവിടെ ഫേക്കായിട്ടുള്ള ഒന്നുമില്ല, അവിടെ ഒരു കോംപ്രമൈസ് ഒന്നും വേണ്ടി വന്നിട്ടില്ല. കോംപ്രമൈസ് വേണ്ടി വന്നവർ അത് വാങ്ങിയിട്ടുണ്ടാകും.
പിന്നെ ഇപ്പോൾ പറയുന്ന രീതിയിൽ എല്ലാവരും വന്ന് പറഞ്ഞതിന് ഒരു കാരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ബിഗ് ബോസ് അതായത് ഡോക്ടർ റോബിൻ പറഞ്ഞ ഒരു പോയിന്റാണ്. ഞാൻ പലരുടെയും വോയിസ് എടുത്തു വെച്ചിട്ട് അവർ പറഞ്ഞ വൈരുദ്ധ്യം എടുത്തു വെച്ച് പറയണമെന്നുണ്ടായിരുന്നു. അതിലൊന്നാണ് നമ്മുടെ രഞ്ജിത്ത് പറഞ്ഞ കാര്യങ്ങളിൽ വിരുദ്ധത. അതായത് അയാൾ ഇതിൻ്റെ റിവ്യൂ ചെയ്യുന്നുണ്ട്. റിവ്യൂവിൽ അയാൾ ഇതിൻ്റെ ഏറ്റവും വൾഗർ വശങ്ങളൊക്കെ പറഞ്ഞിട്ട് നല്ല ഷോയാണ്, ഞാൻ കള്ളം പറയില്ലെന്ന് അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞ് രഞ്ജിത്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് എടുത്തു വെച്ച് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ റോബിൻ പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് കോൺട്രാക്റ്റ് ഡേറ്റ് വരെ അവർ പറയുന്നത് ഇവരനുസരിച്ചേ മതിയാവുള്ളൂ. അപ്പോൾ അതൊരു വലിയൊരു ട്രാപ്പാണ്, പോയി ചാടുന്നവർക്ക് വലിയൊരു ട്രാപ്പാണ്. ഒരുപക്ഷെ ആ ട്രാപ്പ് മനസ്സിലാക്കി പുറത്തു പറയുമെന്നുള്ളവരെയായിരിക്കും അവർ ചൂസ് ചെയ്യാത്തത്. സോ അവിടെ പോയവരൊക്കെ സൈലന്റ് ആയതും മര്യാദയ്ക്കായതിൻ്റെ റീസൺ ആ ട്രാപ്പിനകത്തായത് കൊണ്ടാണ്. ഇനി ഉണ്ണിയേറയ്ക്ക് സായിക്കോ സിജോയ്ക്കോ ഈ ഒരു പ്രോഗ്രാമിനെ മോശം പറയാൻ പറ്റത്തില്ല, പറഞ്ഞാൽ അവർ ജയിലിൽ പോകും. സോ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് പലരും അതിനകത്ത് നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ കബളിപ്പിക്കപ്പെട്ടു എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. അത് തന്നെയാണ് മാരാരായാലും ഡോക്ടർ റോബിനായാലും പുറത്തു വന്ന് പറയുമ്പോൾ കേൾക്കുന്നത്. നിസ്സഹായരാണ് നമ്മൾ എന്നുള്ളത് വളരെ വലിയ വസ്തുതയാണ്. അതൊരു പ്രോഗ്രാമാണ്, അത് കണ്ടക്ട് ചെയ്യുന്നവരാണ് അതിൻ്റെ അധികാരികൾ. അവർക്ക് അവരുടേതായ പ്ലാൻ ഉണ്ടാകും. ഇറ്റ്സ് എ സീരിയൽ ആണെന്ന് മാത്രം റിയലൈസ് ചെയ്യുക. ഇറ്റ്സ് നോട്ട് എ റിയാലിറ്റി ഷോ. അത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. റിയാലിറ്റി ഷോസ് ഇങ്ങനെയല്ല ഉണ്ടാവുക. എനിവേ, ഇനി ഇതിനെതിരെ ക്യാമ്പയിനോ അല്ലെങ്കിൽ വോട്ടിടണ്ടാവുന്നൊന്നും ഞാൻ പറയത്തില്ല. ചിലർക്ക് ഇതിനോടൊരു അഡിക്ഷൻ ഉണ്ട്, കാണുന്നവർ കണ്ടോട്ടെ, കാണണ്ടാത്തവർ കാണണ്ട, അത്രയേ ഉള്ളൂ. അതിനപ്പുറമൊന്നുമില്ല. എന്തായാലും റോബിൻ്റെ ലൈഫ് നഷ്ടപ്പെടുത്തി എന്നുള്ള രീതിയിൽ റോബിൻ പറയുന്നത് തെറ്റാണ്. റോബിൻ്റെ ലൈഫ് എവിടെയും നഷ്ടപ്പെടുത്തില്ല. കാരണം നിങ്ങൾ എത്രത്തോളം ജനമനസ്സിലുണ്ട് എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. അത്രയും ഇത് ഇനി ഒരാൾക്ക് പോലും, സിബിന് പോലും ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നിങ്ങളാണ് ആ ഇടിച്ച് താഴ്ന്നിരിക്കുന്നത്. യു ഷുഡ് ഓവർകം ഓൾ ദീസ്. ഇതെല്ലാത്തിൻ്റെ മുകളിലേക്ക് നടന്ന് കയറാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാകണം, ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാരണവശാലും ഈ ഒരു ടേമിലേക്ക് ഇത്രയധികം വൾഗാരിറ്റി സ്പ്രെഡ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. അഖിൽമാരാർ പറയാൻ അർഹിക്കുന്ന ഒരാളല്ല. ഒന്നത് ഭയങ്കര എന്തോ കാട്ടുതീയാണ്, അല്ല എന്തോ ഫയറാണ്, ഭയങ്കര സംഭവം പറഞ്ഞു എന്നൊക്കെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പുള്ളി പറയേണ്ട കാര്യങ്ങൾ പ്രോപ്പറായി പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നില്ല. പകരം പെൺകുട്ടികളെ അഡ്രസ്സ് ചെയ്യുന്നതായിട്ടാണ് തോന്നിയത്. എന്താണ് അയാൾക്ക് ഇത്ര സ്ത്രീവിരുദ്ധത എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ചിലപ്പോൾ എനിക്ക് അയാളോടുള്ള ദേഷ്യം കൊണ്ട് എങ്ങനെ തോന്നുന്നതുമാകാം. എന്ത് തന്നെ ആയാലും എൻ്റെ അഭിപ്രായം ഇത് തന്നെയാണ്. താങ്ക് യു. വീണ്ടും കാണാം.